ധന്യ, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറെന്ന് വി ഡി സതീശൻ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രേക്ഷകർക്ക് അഞ്ജന പ്രേംകുമാറിനെ കണ്ടുപരിചയം കാണില്ല. ഇത് ഞങ്ങളുടെ പുതിയ ആങ്കറാണ്, പുതിയ ആളാണ്. കുറച്ച് നാൾ നമ്മളോടൊപ്പം ഉണ്ടാകും, അത് കഴിഞ്ഞും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും, ഞങ്ങളുടെ മറ്റൊരു സ്റ്റുഡിയോയിൽ എന്ന് മാത്രം. നമസ്കാരം. നമസ്കാരം. അപ്പൊ ധന്യ, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാർ എന്ന് വി ഡി സതീശൻ. നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ഒരു ചലഞ്ചിന് ബദലായിട്ടാണ് പുള്ളി ഇത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷന് 98 സീറ്റെങ്കിലും കോൺഗ്രസ് നേടിയാൽ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി പദം രാജിവെക്കാം എന്ന് നടേശൻ പറഞ്ഞതിന്റെ ബദലായിട്ട് ആണ് ഈ പ്രസ്താവന സതീശന്റെ. എന്ത് പറയുന്നു? ഇതിൽ തുറന്നൊരു പറച്ചിൽ നടത്തിയ നടേശന് ഇടയ്ക്കിടയ്ക്ക് വെളിവില്ലാതാവും, കിളി പാറും ചില സമയത്ത്. പ്രായമൊക്കെ ആയി, അദ്ദേഹത്തിന്റെ പ്രായം സ്വാഭാവികമായും പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവുണ്ടാകും, ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഈ അധികാരം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോ മകൻ തന്നെ പിന്നെ NDAയിലെ ഒരു ഘടകകക്ഷിയായി പോയിട്ട് മകനും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുള്ളി മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് മാത്രമേ ഇങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാനായിട്ട് മലപ്പുറത്ത് പോയി അവിടെ കുറെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ച് ഒരു പ്രത്യേക ഇത് നടത്തി. ഇപ്പൊ അദ്ദേഹത്തിന് ഈഴവനായ ഒരു മുഖ്യമന്ത്രി വേണം എന്നാണ് അദ്ദേഹത്തിന്റെ വയ്പ്. അതിന് അടൂർ പ്രകാശനെ കൊണ്ടുവന്ന് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തണം. നമ്മൾ നോക്കി വരുമ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പൊ കിടന്ന് ഈ തുള്ളലും ഈ സംസാരമൊക്കെ നടത്തുന്നത്. അല്ലാതെ ബുദ്ധി പ്രയോഗിച്ചിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾ ഈ 2 തവണയും ഈ കോൺഗ്രസിന്റെ അകത്ത് ഗ്രൂപ്പിസം ഉണ്ട്, തമ്മിലടിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലുണ്ട്. ഇപ്പൊ തന്നെ പാലോട് രവിക്കെതിരെ പിന്നെ പുറത്തുവിട്ട ഫോൺ സംഭാഷണം അതേ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന പിന്നെ ആരോപണങ്ങൾ അത് അവരുടെ പാർട്ടിക്കകത്തുള്ളവർ പുറത്തുവിടുന്നത് തന്നെയാണ്. അപ്പോ ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ എന്താ പെണ്ണുപിടി, പിന്നെ പണം തട്ടൽ, പിന്നെ എന്താ പറയുക കോടികളുടെ തട്ടൽ, വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് പണം തട്ടൽ, അങ്ങനെ ദുരിതങ്ങളുടെ അതിന്റെ ഉറപ്പിലാണ് നടേശൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത്തരത്തിലൊരു നീക്കം ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നാണ് നടേശൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നിൽ LDF അല്ലെങ്കിൽ UDF. അപ്പൊ ഇപ്പോ ഈ 2 ഭരണം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടും കൂടി LDFന് ഇനി അടുത്തൊരു ഭരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതിന് വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് UDF വരാനാണ് അധികവും ചാൻസ് എന്നുള്ളത് നാട്ടുകാർക്കും കേരളത്തിൽ മൊത്തം വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടേശൻ ഇങ്ങനെ ഒരു മണ്ടത്തരമല്ല ഈ പറഞ്ഞ് എഴുന്നള്ളിച്ചത്. കാരണം സതീശൻ ഉറപ്പാണ് വരും, അതുകൊണ്ടാണ് അദ്ദേഹം റെഡിയായത്. വനവാസത്തിന് ഞാൻ റെഡിയാണ്. കാരണം നടേശൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ സ്ഥാനമൊഴിയുക മാത്രമല്ല ചെയ്യേണ്ടത്, സതീശൻ മൊത്തത്തിൽ രാഷ്ട്രീയത്തിന് പിന്മാറണം എന്നാണ് ചലഞ്ച്. അതെ, അതായത് ഈ കഴിഞ്ഞ തവണ ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് ശൈലജ ടീച്ചർ. ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിപ്പ എന്ന് പറയുന്ന ഒരു വലിയ വൈറസിനെ നമ്മളെ ഒക്കെ കാർന്ന് തിന്ന് നമ്മൾ മരിക്കും, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം തീരുമെന്ന് പറഞ്ഞിടത്ത് ശൈലജ ടീച്ചറിന്റെ ശൈലജ ടീച്ചറിന്റെ ഒരു പിന്നെ എന്താ ഇടപെടലാണ് വലിയ രീതിയിൽ അത് ഒരുപാട് മേഖലയിലേക്ക് പിടിപെടാതെ കൊറോണ സമയത്തും അങ്ങനെയാണ്. അപ്പൊ ശൈലജ ടീച്ചറിനെ അടുത്ത മുഖ്യമന്ത്രി ആക്കാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ജനങ്ങൾ 2ാമത്തെ തവണയും LDFനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസം അതായിരുന്നു, അടുത്ത തവണ പിണറായി മുഖ്യമന്ത്രി ആകില്ല, അടുത്ത തവണ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകും. അങ്ങനെ ആകുമ്പോൾ കേരളത്തിൽ കുറെ കൂടെ മാറ്റങ്ങൾ വരും. ഈ ധാർഷ്ട്യ അഹങ്കാരം പിടിച്ച മുഖ്യമന്ത്രിയോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല, സാധാരണ ജനങ്ങൾക്ക് ഒന്നും ചെന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും അവിടെ ഒരു സ്ത്രീ വരുമ്പോൾ കുറച്ചുകൂടെ സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ ഒരാളുണ്ടാകും. പിന്നെ ശൈലജ ടീച്ചറിന്റെ സ്വഭാവവും അങ്ങനെയാണ്. ആ ഒരൊറ്റ കണക്കിലാണ്, അല്ലാതെ ഇവർ കൊടുത്ത കിറ്റിന്റെ പേരിലോ ഇവർ എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിലോ ഒന്നുമല്ല. അന്നുള്ള ഭരണവിരുദ്ധ വികാരം തന്നെ ഇന്നും അവിടെ അതുപോലെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. സ്വാഭാവികമായും ശൈലജ ടീച്ചറിനെ ജയിച്ച ഉടനെ കറിവേപ്പില പോലെ തള്ളി, അത് കഴിഞ്ഞ് വടകരയിൽ കൊണ്ടുവന്ന് MP സ്ഥാനത്ത് നിർത്തി അവരെ തോൽപ്പിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്.
പിണറായിയെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിലും കോൺഗ്രസ്സുകാർക്കാണെങ്കിലും ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കാണെങ്കിലും പിണറായി വിജയനെ താല്പര്യമില്ല. അപ്പോ അതുകൊണ്ട് അവർ സ്വാഭാവികമായും ചിന്തിക്കും, മതി 2 തവണ ഞങ്ങളെ മരിച്ച് തൊലച്ച് ഞങ്ങളുടെ ജീവിതം തീർത്തു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് UDF മതി. കാരണം BJP പറയുന്നത് പോലെ BJPക്ക് വളരാൻ പറ്റിയ സമയമാണിത്. പക്ഷേ അവിടെ കൃത്യമായി വളർച്ച എന്ന നമ്മളൊരു ചെടി നട്ട് അതിൽ കൃത്യമായ വളമിട്ട് അത് വളർന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ വളർച്ചയ്ക്ക് ഇവിടെ നേരത്തെ ഇരുന്ന അധ്യക്ഷന്മാരൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി പിന്നെ പറഞ്ഞു വെക്കാൻ BJPക്ക് കേരളത്തിൽ ഒരു നേതാവില്ല. ഏത് നേതാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ സുരേഷ് ഗോപി MP ആയി, അതുപോലുള്ള നേതാക്കന്മാരെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ BJPക്ക് കരകയറാൻ പറ്റൂ. ഇപ്പോ ശോഭാ സുരേന്ദ്രനെ പോലെ അവരെ ഒന്നും ഈ അടുത്ത കാലം വരെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഇവരാരും അനുവദിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ രാഷ്ട്രീയ കളികൾ കാരണം, ഗ്രൂപ്പിസം കാരണം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് അവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി അവരൊക്കെ തന്നെ ഒന്ന് ആളുകളെ ആയിട്ട് ഇടപഴകി കൂടുതൽ സജീവമാകുന്നത്. അപ്പൊ വരുന്നതേ ഉള്ളൂ. ആ വരുന്നത് ഇനി ചിലപ്പോൾ ഒരു 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ BJPക്ക് അസംബ്ലി ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുവരെ UDFന് പൂർണ്ണമായും ബോധ്യമുണ്ട് പിണറായി സർക്കാരിനെ ജനങ്ങൾ തള്ളിക്കളയും, അത് ഉറപ്പാണ്. അപ്പോ തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ ഒരുപാട് മുഖങ്ങളുണ്ട്. വിഷ്ണുനാഥ്, ശബരിനാഥ്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പെണ്ണ് കേസിൽപ്പെട്ടാലും എന്ത് കേസിൽപ്പെട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വ്യക്തമായ ഒരു ഇമേജ് ഉണ്ട്, ആളുകളും ഉണ്ട് അദ്ദേഹത്തിനൊപ്പം. VT ബൽറാം ഉണ്ട്, VD സതീശനുണ്ട്, അങ്ങനെ TN പ്രതാപൻ അടക്കം ഒരുപാട്, K മുരളീധരൻ. മാത്രമല്ല ഈ കോൺഗ്രസ് ഭിന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോഴേ അവർക്കൊരു യൂണിറ്റി ഒരുമിച്ച് വരുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോടു കൂടി അവർ കുറച്ചുകൂടി ഒന്നിക്കാൻ, ഈ ഗ്രൂപ്പിസം ഒക്കെ കളഞ്ഞ് കുറച്ചുകൂടി ഒന്നിക്കാനൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഇപ്പോഴും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലൊക്കെ AICCയുടെ ആളാണെങ്കിൽ പോലും അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. പക്ഷെ പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല ഇനി കോൺഗ്രസിൽ വരുന്ന ഒരു മുഖ്യമന്ത്രിമാരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കോൺഗ്രസിന് കുറച്ചുകൂടി ജനകീയമായി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. കാരണം ഉമ്മൻചാണ്ടിയൊക്കെ അതിന് വലിയ തെളിവാണ്. ഇപ്പോഴും ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരും സാധാരണ ജനങ്ങളുമുണ്ട്. ഇപ്പൊ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ പോലും കാണാത്തൊരു വലിയ കോലാഹലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു സംഭവം, ജനസ്നേഹം, ജനസമ്മതിയൊക്കെ നമ്മൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടിയെ നല്ല അവർ വിളിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞു പോയേ എന്നും പറഞ്ഞാണ്. ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ മരിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ജനങ്ങൾക്ക് ഇങ്ങനെ കരയാൻ സാധിക്കുമോ? ഇല്ല. നിമിഷപ്രിയയുടെ കേസ് തന്നെ പുള്ളിയാണല്ലോ. അവസാനം സൗണ്ട് പോലും പുറത്തു വരാതിരുന്ന സമയത്തും അദ്ദേഹം ആ ഒച്ച പോകുന്ന സമയത്ത് പോലും അദ്ദേഹം ആ ഒച്ച വലിച്ചെടുത്തുകൊണ്ട് സംസാരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രമാത്രം ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രി ആയാലും ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയും. ജനങ്ങളെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിന്നെ ലാഭങ്ങൾ ഇവർ കൊയ്യും, അഴിമതികൾ നടത്തും, അതൊക്കെ സ്വാഭാവികം, അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ എങ്കിൽ പോലും മുഴുവൻ അഴിമതിയിലേക്ക് മാറാതെ സ്വന്തം കുടുംബത്തെ മാത്രം വളർത്താതെ നാട്ടുകാരെയും കൂടെ വളരെയധികം ജനങ്ങൾക്ക് കൂടി ഒപ്പം നിന്നുകൊണ്ട് ഉള്ള ഒരു സർക്കാർ രൂപപ്പെടുത്താൻ അവർ ശ്രമിക്കും. അവിടെ അവർക്ക് ചിലപ്പോൾ 100 സീറ്റും ചിലപ്പോൾ കിട്ടിയാലേ ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ മികവ് കൊണ്ട് LDFന് എത്ര സീറ്റ് കിട്ടും നമുക്കറിയില്ല. പക്ഷെ ഒരു 90-ന് മുകളിൽ സീറ്റ് UDFന് കിട്ടും, അത് ഉറപ്പാണ്. ആ ധൈര്യത്തിലാണ് സതീശൻ പറയുന്നത് ഞാൻ വനവാസത്തിൽ വെക്കോളാം, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ 97 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതില് അടി കിട്ടാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ സമുദായങ്ങളുടെയും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFന് മുസ്ലിങ്ങളുടെ വോട്ട് ഇപ്പൊ വേണ്ട. അതുകൊണ്ട് അവർക്ക് ഈഴവർ സമൂഹത്തെ അവരോടൊപ്പം ചേർത്ത് നിർത്താം. കാരണം അവരിൽ നിന്ന് സമൂഹം മാറിപ്പോയി, ആ ജനത മാറിപ്പോയി. അവരെ ചേർത്ത് നിർത്താനായി മറ്റൊരു സമുദായത്തെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ട് ഇവരെ ചേർത്ത് ഒന്നും കിട്ടത്തില്ല. അവസാനം കക്ഷത്തിൽ നിന്ന് പോവുകയും ചെയ്ത് ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് ഇവിടെ വരാൻ പോകുന്നത്. അടുത്ത UDF തന്നെ ഭരിക്കും. UDF ഭരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി ജനകീയമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചത്. ഇനി എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെങ്കിലും LDF സർക്കാരിനെ പോലെ ആകില്ല. അവർ കുറച്ചുകൂടി അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കുറച്ചുകൂടി സേവിക്കാനുള്ള, ജനങ്ങൾക്ക് എന്തും ചെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും UDFൽ വരുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല.